ചിത്രത്തിൻ്റെ തുടക്കത്തിൽ 1982 കാലഘട്ടത്തിൽ റൊമാനിയയിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു ക്രിസ്ത്യൻ കന്യാസ്ത്രീ ആശ്രമമാണ് കാണിക്കുന്നത്. അന്നു രാത്രിയിൽ 2 കന്യാസ്ത്രീകൾ എന്തോ ഒരു വസ്തു എടുക്കുന്നതിനായി അവിടുത്തെ ഒരു രഹസ്യമുറിയിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ താക്കോൽ കയ്യിലെടുത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കന്യാസ്ത്രീ നിഗൂഢമായ ആ ഒരു റൂമിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാൽ പിന്നീട് കൂടെ ഉണ്ടായിരുന്ന വിക്ടോറിയ എന്ന സിസ്റ്ററിനെ കേൾക്കാൻ സാധിച്ചത് ആ കന്യാസ്ത്രീയുടെ ദയനീയമായ നിലവിളി ശബ്ദമായിരുന്നു. ശേഷം പരുക്കുകളോടെ ഏന്തി വലിഞ്ഞു പുറത്തേക്ക് എത്തിയ ആ കന്യാസ്ത്രീ വിക്ടോറിയയോട് പറഞ്ഞു, ദൈവത്തിന് പോലും നമ്മളെ ഇനി രക്ഷിക്കാൻ സാധിക്കുകയില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നിനക്കറിയാം. പക്ഷേ അപ്പോഴേക്കും ആ കന്യാസ്ത്രീ ആരോ അകത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയിരുന്നു. ഉടൻ തന്നെ വിക്ടോറിയ ആ സിസ്റ്റർ താഴേക്കിട്ടിരുന്ന താക്കോലുമായി അവിടെ നിന്നും ഓടിമാറുകയാണ്. ആ പിശാച് തൻ്റെ ശരീരത്തിലേക്ക് കയറാതിരിക്കാനായി ലോകനന്മയ്ക്കു വേണ്ടി ആത്മഹത്യ ചെയ്യാമെന്ന് തന്നെ വിക്ടോറിയ തീരുമാനിച്ചു. ഇതിനിടെ ഒരു കന്യാസ്ത്രീയുടെ വേഷത്തിൽ വാലക്കെന്ന ആ പിശാച് അവൾക്കു നേരെ പാഞ്ഞു വരുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ അവൾ കഴുത്തിൽ കുരുക്കെട്ട് താഴേക്ക് ചാടി. അതോടെ അവിടെയുണ്ടായിരുന്ന ജനാലകൾ താനെ അടഞ്ഞു. അല്പസമയത്തിനകം തന്നെ ആ ജനാലയ്ക്ക് പുറകിലായി വാലക് പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഈ ഒരു ആശ്രമത്തിനരികിലൂടെ ഭക്ഷ്യവസ്തുക്കൾ സൂക്ഷിക്കാൻ പോയിരുന്ന ഫ്രാൻസി എന്ന യുവാവ് അവിചാരിതമായി ഈ ഒരു ദാരുണമായ കാഴ്ച കാണുകയാണ്. കാക്കകൾ കൊത്തിപ്പറിച്ച് വികൃതമാക്കിയ നിലയിലായിരുന്നു ആ മൃതശരീരം. പൊടുന്നനെയത് കയർ പൊട്ടി താഴേക്ക് വീഴുകയാണ്. ശേഷം കാണിക്കുന്നത് സഭയുടെ ആസ്ഥാനമായ വത്തിക്കാൻ സിറ്റിയാണ്. നിഗൂഢമായ വിക്ടോറിയയുടെയും മരണത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബർക്ക് എന്നൊരു ഫാദറെ ബിഷപ്പുമാർ വിളിച്ചു വരുത്തിയിരുന്നു. ഈ ഒരു കാര്യത്തെക്കുറിച്ച് വിശദ വിവരങ്ങൾ അന്വേഷിക്കാനായി നിങ്ങൾ റൊമാനിയയിലേക്ക് ചെല്ലണമെന്നും സഹായത്തിനായി എറിൻ എന്നൊരു സിസ്റ്ററെ നിങ്ങളുടെ കൂടെ വിടുന്നുണ്ടെന്നും ബിഷപ്പ് ബർക്കിനോട് പറഞ്ഞു. റൊമാനിയയിലെത്തിയാൽ നിങ്ങൾ ഫ്രാൻസി എന്നൊരു യുവാവിനെ ചെന്ന് കാണണം. അവനാണ് വിക്ടോറിയയുടെ മൃതദേഹം ആദ്യം കണ്ടത് എന്നുള്ള വിവരവും ബിഷപ്പ് ബർക്കിനെ അറിയിച്ചു. അങ്ങനെ ബർക്ക് എറിനെ ചെന്ന് കണ്ട് അവളുമായി റൊമാനിയയിലേക്ക് ചെല്ലുകയാണ്. അവിടെ എത്തിയവർ ആദ്യം ചെന്ന് കണ്ടത് ഫ്രാൻസിയെ തന്നെയായിരുന്നു. പക്ഷേ ഒരുപാട് നിർബന്ധിച്ചതിനു ശേഷം മാത്രമായിരുന്നു ആശ്രമത്തിലേക്ക് കൂടെ വരാമെന്ന് ഫ്രാൻസി സമ്മതമറിയിച്ചത്. അങ്ങനെ തൻ്റെ കുതിരവണ്ടിയിൽ ഫ്രാൻസി അവരുമായി ആശ്രമത്തിലേക്ക് പോവുകയാണ്. വിജനമായ വഴിയിലൂടെ ഒരുപാട് ദൂരം സഞ്ചരിച്ചവർ ഒടുവിൽ ഒരു ശ്മശാന ഭൂമിക്കരികിലായി എത്തിച്ചേർന്നു. ഇനി അങ്ങോട്ട് നടക്കണം, കാരണം കുതിരകൾക്ക് പോലും ഈ ഒരു വഴിയിലൂടെ പോകുവാൻ ഭയമാണെന്ന് ഫ്രാൻസി അവരോട് പറഞ്ഞു. അങ്ങനെ മൂവരും നിഗൂഢമായ ശ്മശാന ഭൂമിയിലൂടെ ആശ്രമത്തെ ലക്ഷ്യമാക്കി നടക്കുവാൻ ആരംഭിച്ചു. അവൻ ആദ്യം അവരെ കൂട്ടിക്കൊണ്ടുപോയിരുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു കോൾഡ് സ്റ്റോറിലേക്കായിരുന്നു. നാട്ടുകാർക്കെല്ലാം പിശാച് ബാധയുള്ള ആ ഒരു ആശ്രമത്തെ വെറുപ്പായിരുന്നു. അതിനാൽ തന്നെ ഫ്രാൻസി ആരും കാണാതെ സിസ്റ്ററുടെ മൃതദേഹം ഈ ഒരു കോൾഡ് സ്റ്റോറിൽ സൂക്ഷിച്ചു വയ്ക്കുകയായിരുന്നു. പക്ഷേ ആ മൃതദേഹം കണ്ടതും ഫ്രാൻസി അക്ഷരാർത്ഥത്തിൽ ഞെട്ടിവിറയ്ക്കുകയാണ്. ഞാൻ ഈ മൃതദേഹം ഇവിടെ കിടത്തിയിരിക്കുകയായിരുന്നു, പിന്നെ എങ്ങനെയാണിത് എഴുന്നേറ്റിരുന്നത് എന്നുള്ള ആശങ്ക അവൻ ബർക്കിനോട് പങ്കുവച്ചു. ആ മൃതദേഹം സൂക്ഷ്മമായി നിരീക്ഷിച്ച ബർക്കിനെ അതിൽ നിന്നും ആ ഒരു താക്കോൽ കണ്ടുകിട്ടുകയാണ്. നമുക്ക് വിക്ടോറിയയുടെ മൃതദേഹം ശരിയായ രീതിയിൽ സംസ്കരിക്കണമെന്ന് ബർക്ക് മറ്റുള്ളവരോട് അഭിപ്രായപ്പെട്ടു. അങ്ങനെ അവർ ശരിയായ ശുശ്രൂഷകളോടെ വിക്ടോറിയയുടെ ശരീരം ആശ്രമത്തിനു സമീപത്തായി സംസ്കരിച്ചു. ഇതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു കല്ലറയിൽ നിന്നും ബെൽ ശബ്ദം മുഴങ്ങുന്നത് അവർ 3 പേരും ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അവർ നിഗൂഢമായ ആ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാനൊരുങ്ങുകയാണ്. അവിടെ വിക്ടോറിയ തൂങ്ങി മരിച്ചിരുന്ന ആ കയർ അതേപടി തന്നെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ 2 ആഴ്ച മുൻപ് മരിച്ചിരുന്ന അവളുടെ രക്തം അവിടെ തളം കെട്ടിക്കിടന്നിരുന്നു. അതിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നുള്ള വസ്തുത മൂവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. പിന്നീട് 3 പേരും
ആശ്രമത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു. അതിൻ്റെ ഉൾവശം തികച്ചും ഭീതി ജനിപ്പിക്കുന്നതായിരുന്നു. പെട്ടെന്നാണ് തനിക്ക് പുറകിലായുള്ള സിംഹാസനത്തിൽ മുഖാവരണം ധരിച്ച നിലയിൽ ഒരു കന്യാസ്ത്രീ ഇരിക്കുന്നത് എറിൻ ശ്രദ്ധിക്കുന്നത്. ഞങ്ങൾ വിക്ടോറിയയുടെ ആത്മഹത്യയെക്കുറിച്ച് അന്വേഷിക്കാൻ വത്തിക്കാനിൽ നിന്നും വന്നതാണെന്ന് ബർക്ക് ആ സിസ്റ്ററിനോട് പറഞ്ഞു. നിങ്ങൾ പോയിട്ട് നാളെ വരൂ, കാര്യങ്ങളെല്ലാം നമുക്ക് നാളെ സംസാരിക്കാം. ഇന്ന് നിങ്ങൾ ആശ്രമത്തോട് ചേർന്നുള്ള മഠത്തിൽ താമസിച്ചോളൂ എന്ന് ഭീതിജനകമായ ശബ്ദത്തിൽ സിസ്റ്റർ മറുപടി നൽകി. അതോടെ മൂവരും അവിടെ നിന്നും ഇറങ്ങി. മഠത്തിലേക്ക് പോകും വഴി മൂവരും മഠത്തിനോട് ചേർന്നുണ്ടായിരുന്ന ചർച്ചിലേക്ക് കയറി. നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. നിനക്ക് ആ ശ്മശാന ഭൂമി വഴി പോകേണ്ടതില്ലേ? എങ്കിൽ നീ പൊക്കോളൂ എന്ന് ബർക്ക് ഫ്രാൻസിയോട് പറഞ്ഞു. അങ്ങനെ ഫ്രാൻസി ആ രാത്രിയിൽ അവിടെ നിന്നും തിരികെ പോവുകയാണ്. പക്ഷേ ആ ശ്മശാന ഭൂമിയിലെത്തിയതോടെ കുറച്ചകലെയായി ഒരു കന്യാസ്ത്രീ രൂപത്തെ അവൻ കാണുകയാണ്. പക്ഷേ തുടക്കത്തിൽ ആ കന്യാസ്ത്രീ അവിടെ നിന്നും നടന്നു നീങ്ങി. അതോടെ ഫ്രാൻസിയും അവർക്ക് പുറകെയായി അങ്ങോട്ടേക്ക് ചെന്നു. അപ്പോഴാണ് ആ കന്യാസ്ത്രീയുടെ കയ്യിൽ ഒരു തൂക്കുകയർ അവൻ കാണാനിട വരുന്നത്. അതോടെ അത് ഇന്നടക്കം ചെയ്തിരുന്ന വിക്ടോറിയയുടെ മൃതശരീരമാണെന്ന് ഫ്രാൻസിക്ക് ബോധ്യമായി. പിന്നീട് അവൾ അവൻ്റെ മുന്നിൽ നിന്നും ശ്മശാനത്തിലേക്ക് നടന്നു നീങ്ങി. പൊടുന്നനെ അവൻ്റെ തൊട്ടു മുൻപിലായി തൂങ്ങിയാടിയവൾ ഫ്രാൻസിയുടെ ശരീരത്തിലേക്ക് ചാടി വീഴുകയാണ്. ഒരു വിധത്തിൽ അവളെ തട്ടിമാറ്റിക്കൊണ്ട് അവൻ അവിടെ നിന്നും ആ ശ്മശാനത്തിലേക്ക് ഓടിക്കയറുകയാണ്. അവൻ്റെ തൊട്ടുപുറകിലായി അവളുണ്ടായിരുന്നെങ്കിലും കൂട്ടത്തോടെ കുരിശുകൾ കണ്ടതോടെ പെട്ടെന്നവൾ അപ്രത്യക്ഷയായി. അതോടെ സ്വയരക്ഷയ്ക്കായി ഫ്രാൻസി ശ്മശാനത്തിൽ നിന്നും ഒരു കുരിശ് ഊരിയെടുത്തു. അങ്ങനെ അവൻ ആ കുരിശുമായി അവിടെ നിന്നും രക്ഷപ്പെടുകയാണ്. ഇതൊന്നും അറിയാതെ മഠത്തിൽ താമസിച്ചിരുന്ന ബർക്കും എറിനും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ നേരത്ത് നീ ഒരു കന്യാസ്ത്രീയാവാൻ എന്താണ് കാരണമെന്ന് ബർക്ക് എറിനോട് ചോദിക്കുകയാണ്. എനിക്ക് നടന്നു കഴിഞ്ഞതും നടക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് ചില വിഷ്വൽസ് അനുഭവപ്പെടാറുണ്ട്. അത് ദൈവത്തിൻ്റെ ഒരു വരദാനമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു കാര്യമാണ് തന്നെ ദൈവത്തിലേക്ക് അടുപ്പിച്ചതെന്ന് അവൾ ബർക്കിനോട് പറഞ്ഞു. അന്നേരമാണ് ഫ്രാൻസിൽ വെച്ച് തനിക്കുണ്ടായൊരു ദുരനുഭവം ബർക്ക് എറിനുമായി പങ്കുവയ്ക്കുന്നത്. അന്ന് ഞാൻ പിശാചു ബാധിതനായിരുന്നൊരു ബാലൻ്റെ ബാധയൊഴിപ്പിക്കുകയായിരുന്നു. ഈ സമയത്തെല്ലാം അവൻ തന്നെ മോചിതനാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ മാരകമായ മുറിവുകൾ ഏൽപ്പിച്ചുകൊണ്ട് ആ സാത്താൻ അവനെ വിട്ടുപോയി. എങ്കിലും മുറിവുകളുടെ ആതിഥ്യം കാരണം ആ ബാലൻ കുറച്ചു നാളുകൾക്കകം മരിച്ചുപോയെന്ന് വേദനയോട് ബർക്ക് എറിനെ അറിയിച്ചു. ശേഷം ഇരുവരും ഉറങ്ങുവാൻ പോയി. ഉറക്കത്തിനിടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു റേഡിയോ വഴി ആ ബാലൻ്റെ ശബ്ദം ബർക്ക് വീണ്ടും കേൾക്കാനിടയാവുകയാണ്. ഭീതിയോടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നീങ്ങിയ ബർക്ക് മഠത്തിനു താഴെയായി ആ ബാലൻ നിൽക്കുന്നത് കാണാനിടയാവുകയാണ്. ബർക്കിനെ കണ്ടതും അവൻ അവിടെ ഉണ്ടായിരുന്ന കല്ലറകൾക്കിടയിലേക്ക് ഓടി. അതോടെ അവന് പുറകെയായി ബർക്കും ആ സെമിത്തേരിയിലേക്ക് ചെല്ലുകയാണ്. ഉടനെ അവന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ബാലൻ്റെ വായിൽ നിന്നും ഒരു നാഗം ബർക്കിനെ ലക്ഷ്യമാക്കി പുറത്തേക്ക് ചാടി. അതോടെ പേടിച്ചു വിറച്ച് പുറകിലേക്ക് നടന്ന ബർക്ക് അവിടെ ഉണ്ടായിരുന്നൊരു കുഴിമാടത്തിലേക്ക് വീഴാനിടയായി. തൊട്ടടുത്ത നിമിഷം തന്നെ ആ മഞ്ചയടച്ച വാലക് ആ കുഴിമാടം മണ്ണിട്ട് മൂടി. അതിനുള്ളിൽ കിടന്ന് ബർക്ക് സഹായത്തിനായി എറിനെ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ഭാഗ്യവശാൽ ഈ ഒരു സമയത്ത് എന്തോ പന്തികേട് തോന്നി എറിനും എഴുന്നേൽക്കുകയാണ്. അവൾ അവിടെ ഉണ്ടായിരുന്ന റാന്തൽ വിളക്കും കയ്യിലേന്തി മഠത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി. പക്ഷെ അപ്പോഴൊന്നും ബർക്ക് കുഴിമാടത്തിൽ കിടന്നു കരയുന്ന കാര്യം എറിനെ അറിയില്ലായിരുന്നു. അതിനാൽ തന്നെ അവൾ സംശയം തോന്നി. ആദ്യം കയറി ചെന്നത് മഠത്തിനോട് ചേർന്നുണ്ടായിരുന്ന ആ പള്ളിയിലേക്കായിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ കന്യാസ്ത്രീയുടെ വലിയൊരു നിഴൽ രൂപം അവൾക്ക് പുറകിലായി പ്രത്യക്ഷപ്പെട്ടു. അത് അവളുടെ ദേഹത്ത് സ്പർശിച്ചതോടെ അവിടെ ഉണ്ടായിരുന്ന കണ്ണാടി ചിതറിത്തെറിക്കുകയും
കുരിശുരൂപം താഴേക്ക് വീഴുകയും ചെയ്തു. അതോടെ ഭയന്നു വിറച്ച എറിൻ ആ പള്ളിയിൽ നിന്നും പുറത്തേക്ക് ഓടി. ഈ ഒരു സമയത്താണ് ബർക്കിൻ്റെ ദീനമായ നിലവിളി ശബ്ദം എറിൻ കേൾക്കാനിടയാവുന്നത്. ഇന്നേരമാണ് ബർക്ക് മഞ്ചയിലേക്ക് നീണ്ടിരുന്ന ചരടിൽ പിടിച്ച് കല്ലറയിൽ മണിനാഥം മുഴക്കുന്നത്. അതോടെ ബർക്കിന് അപകടം പറ്റിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയ എറിൻ ഉടൻ തന്നെ കല്ലറയിലേക്ക് ചെന്നു. അന്നേരം വാലക് അവിടെ ഉണ്ടായിരുന്ന സകല കല്ലറകളുടെയും മണിനാഥങ്ങൾ മുഴക്കുവാൻ തുടങ്ങി. എങ്കിലും ഏകാഗ്രതമായി നിന്നുകൊണ്ട് ബർക്കിൻ്റെ ശബ്ദം ശ്രദ്ധിച്ച അവൾ ഒടുവിൽ ആ കല്ലറ കണ്ടെത്തുകയാണ്. ഉടൻ തന്നെ അവൾ ഒരു പിക്കാസ് ഉപയോഗിച്ച് ആ കല്ലറയുടെ കുഴി തോണ്ടുവാൻ ആരംഭിച്ചു. പക്ഷേ അപ്പോഴേക്കും ബർക്കിനെ മഞ്ചക്കുള്ളിലേക്ക് എത്തിയിരുന്ന വാലക് പിടികൂടിയിരുന്നു. ഭാഗ്യവശാൽ തക്ക സമയത്ത് അവൾക്ക് ആ മഞ്ച പൊളിക്കാൻ സാധിച്ചതിനാൽ ബർക്കിനെ ജീവൻ തിരിച്ചു കിട്ടി. അപ്പോഴാണ് ആ മഞ്ചക്കുള്ളിലുണ്ടായിരുന്ന കുറച്ച് ഗ്രന്ഥങ്ങൾ ബർക്കിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഒരു പക്ഷേ ഈ ഗ്രന്ഥങ്ങൾക്ക് നമ്മളെ സഹായിക്കാൻ കഴിയുമെന്ന് ബർക്ക് എറിനോട് പറഞ്ഞു. പിറ്റേന്ന് രാവിലെ ആ ഗ്രന്ഥങ്ങളുമായി ഇരുവരും വീണ്ടും ആ ആശ്രമത്തിലേക്ക് ചെല്ലുകയാണ്. അവർ അകത്തേക്ക് പ്രവേശിച്ച ഉടനെ തന്നെ അവിടുത്തെ കവാടങ്ങൾ തനിയെ തുറന്നു. പിന്നീട് വിക്ടോറിയയുടെ മൃതദേഹത്തിൽ നിന്നും കിട്ടിയിരുന്ന താക്കോൽ ബർക്ക് എറിനെ ഏൽപ്പിച്ചു. ശേഷം നീ ഇവിടെയുള്ള കന്യാസ്ത്രീകളിൽ നിന്നും വിവരങ്ങൾ ചോദിച്ചറിയോ എന്ന് പറഞ്ഞുകൊണ്ട് ബർക്ക് എറിനെ പുറത്തേക്ക് അയച്ചു. അപ്പോഴാണ് ആ ആശ്രമത്തിനുള്ളിലൂടെ ഒരു കന്യാസ്ത്രീ അതിവേഗം നടന്നു പോകുന്നത് എറിൻ കാണാനിടവരുന്നത്. ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കയറിയവൾ ആ കന്യാസ്ത്രീയുടെ പുറകെ ചെല്ലുവാൻ ആരംഭിച്ചു. അങ്ങനെ അവൾ എത്തിച്ചേർന്നിരുന്നത് ഒരു പ്രാർത്ഥനാ മുറിയിലേക്കായിരുന്നു. ഉടൻ തന്നെ അവൾ ആ കന്യാസ്ത്രീയെ പുറകിൽ നിന്നും തട്ടി വിളിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയിരുന്ന മറ്റൊരു കന്യാസ്ത്രീ അവളെ അതിൽ നിന്നും പിന്തിരിപ്പിച്ചു. സാത്താൻ ഈ ആശ്രമത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഞങ്ങൾ ഓരോരുത്തരായി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് മുടക്കം വന്നാൽ അത് അപകടമാണ് എന്ന് സിസ്റ്റർ എറിനെ അറിയിച്ചു. ഈ സമയത്തെല്ലാം അവിടെ ഉണ്ടായിരുന്ന സിസ്റ്റർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഈ നേരത്ത് കുരിശുമായി രക്ഷപ്പെട്ടിരുന്ന ഫ്രാൻസി അവിടെ ഉണ്ടായിരുന്നൊരു ബാറിലേക്ക് മദ്യപിക്കാനായി കയറി. അപ്പോഴാണ് അവൻ അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരനിൽ നിന്നും ആ ഞെട്ടിപ്പിക്കുന്ന വാർത്ത കേട്ടത്. ആശ്രമത്തിനടുത്തുള്ള ഒരു ഗ്രാമീണൻ്റെ 12 വയസ്സായ മകൾ ദുരൂഹ സാഹചര്യത്തിൽ ആത്മഹത്യ ചെയ്തിരിക്കുന്നു. ഈ പാപങ്ങളുടെ എല്ലാം ഉറവിടം പൈശാചികമായ ആ ആശ്രമമാണെന്ന് അയാൾ ഫ്രാൻസിയോട് പറഞ്ഞു. മുൻപ് അവിടെ തൂങ്ങിയാടിയിരുന്ന മൃതശരീരം ആദ്യം കണ്ടത് നീയാണ്. അതേപോലെ തന്നെ നീ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരിക്കുന്ന അച്ഛൻ്റെയും കന്യാസ്ത്രീയുടെയും മൃതശരീരം ഉടൻ തന്നെ നിനക്ക് കാണാമെന്ന് അയാൾ ഫ്രാൻസിയെ അറിയിക്കുകയാണ്. അയാളുടെ വാക്കുകൾ ഫ്രാൻസിയിൽ ഭീതി ജനിപ്പിച്ചു. അതിനാൽ തന്നെ അവൻ സ്വയരക്ഷയ്ക്കായി അവിടെ ഉണ്ടായിരുന്ന തോക്ക് കൈവശമാക്കി. ഇതിനിടയിൽ ആശ്രമത്തിനകത്തിരുന്ന് ആ ഗ്രന്ഥങ്ങൾ വായിച്ചിരുന്ന ബർക്ക് ഒരു കാര്യം മനസ്സിലാക്കിയിരുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചന്നു മുതൽ നരകത്തിൽ വാലക് എന്ന പിശാചുണ്ട്. ഇപ്പോൾ ആ പിശാചിനെ നരകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വരാനുള്ളൊരു ഇടനാഴി ആരോ സജ്ജമാക്കി കൊടുത്തിരിക്കുന്നു. ആ ഇടനാഴി സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ആശ്രമത്തിനുള്ളിലാണ്. ഈ ഒരു നേരത്താണ് ആ ആശ്രമത്തിലെ ഇരുമ്പ് കവാടങ്ങൾ തനിയെ അടയുന്നത്. ഇനി ബർക്കിനെ അവിടെ നിന്നും പുറത്തേക്ക് കടക്കുവാൻ സാധിക്കുകയില്ല. ഇതേ നേരം എറിനും ഈ ഒരു ആശ്രമത്തെക്കുറിച്ച് താൻ പരിചയപ്പെട്ടിരുന്ന സിസ്റ്ററോട് അന്വേഷിക്കുകയായിരുന്നു. അങ്ങനെ ആ സിസ്റ്റർ നിഗൂഢമായ ഈ ആശ്രമത്തിൻ്റെ ചരിത്രം അവളോട് വിവരിക്കാൻ തുടങ്ങി. ഇരുണ്ട യുഗത്തിൽ ഒരു പ്രഭുവാണ് ഈ ആശ്രമത്തിൻ്റെ കോട്ട നിർമ്മിച്ചത്. അയാൾ ആഭിചാരക്രിയകൾ ചെയ്യുവാനായി ആളുകളെ കൊന്നുകെട്ടിത്തൂകി. ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയിരുന്ന ആ പ്രഭു ആഭിചാരക്രിയകൾ വഴി നരകത്തിൽ നിന്നും പിശാചുകൾക്ക് ഭൂമിയിലേക്ക് വരുവാനുള്ള ഒരിടനാഴി ഉണ്ടാക്കി. ഈ ദുഷ്കർമ്മങ്ങൾക്കെതിരെ പട്ടാളത്തെ അയച്ച് സഭ ആഞ്ഞടിച്ചു. അങ്ങനെ പ്രഭുവിനെ കൊലപ്പെടുത്തിക്കൊണ്ട് സഭ
ഈ കോട്ട പിടിച്ചടക്കുകയും ദുഷ്കർമ്മങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. ശേഷം യേശുവിൻ്റെ തിരുരക്തം ഉപയോഗിച്ചാണ് സഭ പിശാചുക്കൾക്ക് കടന്നു വരാൻ സാധിച്ചിരുന്ന ആ ഇടനാഴി അടച്ചിരുന്നത്. പിന്നീട് സഭയത് കന്യാസ്ത്രീകളുടെ ആശ്രമമാക്കി മാറ്റി. പക്ഷേ വർഷങ്ങൾക്കു ശേഷം റൊമാനിയയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. യുദ്ധത്തിൽ വർഷിക്കാനിടയായ ബോംബുകൾ ആശ്രമത്തിന് സാരമായ കേടുപാടുകൾ ഉണ്ടാക്കി. അങ്ങനെ സഭയടച്ചിരുന്ന ആ ഇടനാഴി വീണ്ടും തുറക്കപ്പെട്ടു. അതുവഴിയാണ് വാലക് പിന്നെയും ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനാൽ തന്നെ വീണ്ടും അത് അടയ്ക്കുവാനായി ഇവിടെ സൂക്ഷിച്ചിട്ടുള്ള യേശുവിൻ്റെ തിരുരക്തമെടുക്കാൻ പോകുന്ന സമയത്താണ് സിസ്റ്റർ വിക്ടോറിയയ്ക്കും കൂടെ ഉണ്ടായിരുന്ന കന്യാസ്ത്രീക്കും അങ്ങനെയൊരു ദുരന്തം സംഭവിച്ചതെന്നും അവൾ കൂട്ടിച്ചേർത്തു. ഇപ്പോൾ ഈ ആശ്രമത്തിലെ കവാടങ്ങളെല്ലാം അടച്ചിരിക്കും. ഇനി അത് നാളെ രാവിലെയായിരിക്കും തുറക്കുക. അതിനാൽ തന്നെ ഇന്നു രാത്രിയിൽ നിങ്ങളിവിടെ തങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് വളരെ തുടക്കത്തിൽ ആ സിസ്റ്റർ പ്രാർത്ഥനാ റൂമിലേക്ക് പോവുകയാണ്. ഇതേസമയം പ്രഭു എഴുതിയിരുന്ന ആ ഗ്രന്ഥങ്ങളിൽ നിന്നും ഇടനാഴി കണ്ടെത്തുവാനുള്ള വഴി ബർക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഉടനെ അവിടെ ഉണ്ടായിരുന്ന കസേരയിൽ മുഖാവരണമണിഞ്ഞ ആ കന്യാസ്ത്രീ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ബർക്ക് അതിൻ്റെ പക്കലേക്ക് ചെന്നതും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മെഴുകുതിരികൾ താനെ അണഞ്ഞു. അതോടെ അവൻ ആ കന്യാസ്ത്രീയുടെ മുഖാവരണം മാറ്റാൻ ശ്രമിച്ചു. ഉടൻ തന്നെ അത് ബർക്കിൻ്റെ ശരീരത്തിൽ പിടിമുറുക്കി. അതോടെ അവൻ സർവശക്തിയുമെടുത്ത് കുതറിമാറുകയാണ്. തൽക്ഷണം തന്നെ അതിൻ്റെ ശരീരത്തിൽ നിന്നും അഴുകി ദ്രവിച്ചിരുന്നൊരു കൈ അറ്റുവീഴുകയും അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇതേസമയം ഉറക്കത്തിലായിരുന്ന റിൻ താനൊരു പിശാചായി മാറുന്ന ദുസ്വപ്നം കണ്ട് ഞെട്ടിയെഴുന്നേറ്റു. അപ്പോഴാണ് അവൾക്കരികിലായി നിന്നിരുന്ന കന്യാസ്ത്രീ രൂപത്തെ റിൻ കാണാനിട വരുന്നത്. തുടക്കത്തിൽ പുറത്തേക്ക് മാഞ്ഞിരുന്ന ആ കന്യാസ്ത്രീയെ ഒരു മെഴുകുതിരി വെട്ടത്തിൻ്റെ പ്രകാശത്തിൽ എറിൻ പിന്തുടരുകയാണ്. അങ്ങനെ അവൾ ചിത്രത്തിൻ്റെ തുടക്കത്തിൽ കാണിച്ചിരുന്ന ആ ഒരു രഹസ്യമുറിയിലേക്ക് എത്തിച്ചേർന്നു. അവിടെ അവളെയും കാത്ത് വാലക്കുണ്ടായിരുന്നു. വാലക്കിൻ്റെ ശക്തിയാൽ അവൾ ഉള്ളിലേക്ക് വലിക്കപ്പെട്ടു. വീഴുന്നതിനിടയിലും ബർക്ക് കൊടുത്തിരുന്ന ആ താക്കോൽ അവൾ മുറുകെ പിടിച്ചിരുന്നു. അവിടെ നിന്നും ഭയന്ന് വിറച്ചോടിയിരുന്നവളെ അവൾ പരിചയപ്പെട്ടിരുന്ന സിസ്റ്റർ വീണ്ടും രക്ഷിക്കുകയാണ്. പിന്നീട് വിക്ടോറിയ അവളെ അവിടെ ഉണ്ടായിരുന്ന അവരുടെ പ്രാർത്ഥനാ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അപ്പോഴാണ് അവിടെ കിടന്നിരുന്നൊരു മൃതശരീരം എറിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ആ മൃതദേഹം പരിശോധിച്ച എറിൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയാണ്. കാരണം കുറച്ചു മുൻപ് വരെ തന്നോട് സംസാരിച്ചിരുന്ന ആ സിസ്റ്ററിൻ്റെ ശരീരമായിരുന്നു അത്. ശേഷം കൂടുതൽ സിസ്റ്റേഴ്സ് അങ്ങോട്ടേക്ക് കടന്നു വന്നു. പിന്നീട് അവർ അവിടെ ഉണ്ടായിരുന്ന മേരിയുടെ രൂപത്തിലേക്ക് നോക്കി ശക്തമായ പ്രാർത്ഥന ചൊല്ലുവാൻ ആരംഭിച്ചു. എന്നാൽ പ്രാർത്ഥനയ്ക്കിടെ വാലക്കിൻ്റെ ശക്തിയാൽ എറിൻ്റെ ചുറ്റുമുള്ള കന്യാസ്ത്രീകൾ ചുമരിലേക്ക് തെറിച്ചു വിടുകയാണ്. അതോടൊപ്പം അവിടെ ഉണ്ടായിരുന്ന ദൈവങ്ങളുടെ രൂപങ്ങളും തകർന്നിരുന്നു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ശക്തമായ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന എറിൻ്റെ ശരീരത്തിൽ സാത്താൻ അവൻ്റെ ചിഹ്നം വരയ്ക്കുകയാണ്. ഇതേസമയം ബർക്കിനരികിലേക്ക് ഫ്രാൻസിലെ ആ ബാലിൻ്റെ രൂപത്തിൽ വാലക് വീണ്ടും കടന്നു വരികയാണ്. അതോടെ അവൻ്റെ അരികിൽ നിന്നും ഓടിമാറാൻ ശ്രമിച്ച ബർക്കിനരികിലേക്ക് മറ്റൊരു രൂപത്തിൽ വാലക്കെത്തി. അതവനെ കൊലപ്പെടുത്താൻ ഒരുങ്ങിയതും പൊടുന്നനെ അതിനെ ആരോ അടിച്ചു വീഴ്ത്തി. അത് മറ്റാരുമായിരുന്നില്ല, അങ്ങോട്ടേക്ക് എത്തിയിരുന്ന ഫ്രാൻസി തന്നെയായിരുന്നു. പിന്നീട് അവരിരുവരും ചേർന്ന് എറിൻ്റെ പക്കലേക്ക് ചെന്നു. അതോടെ എറിൻ നടന്ന സംഭവങ്ങളെല്ലാം അവരോട് പറഞ്ഞെങ്കിലും അവിടെ എറിൻ പറഞ്ഞിരുന്നത് പോലെ കന്യാസ്ത്രീകളാരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ നിനക്ക് അനുഭവപ്പെട്ട കാര്യങ്ങളെല്ലാം നിനക്ക് ലഭിച്ച ദർശനങ്ങളായിരിക്കുമെന്ന് ബർക്ക് എറിനോട് പറഞ്ഞു. പക്ഷേ എപ്പോഴും ആ കന്യാസ്ത്രീയുടെ മൃതദേഹം അവിടെ തന്നെ കിടന്നിരുന്നു. അത് തുറന്നു നോക്കിയപ്പോഴാണ് അവർ മരിച്ചിട്ട് ഒരുപാട് ദിവസങ്ങളായി എന്നുള്ള വസ്തുത മൂവർക്കും മനസ്സിലാവുന്നത്. ഉടനെ ആ ശരീരത്തിലേക്കും ദുഷ്ടശക്തിയായ വാലക് പ്രവേശിച്ചെങ്കിലും തൻ്റെ കയ്യിലുണ്ടായിരുന്ന വെഞ്ചരിച്ച കുരിശുപയോഗിച്ച് ബർക്ക് അതിനെ നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പോൾ ഇവിടെ ആരും ജീവിച്ചിരിക്കുന്നില്ലെന്ന് നമുക്ക് വ്യക്തമായി. സിസ്റ്റർ വിക്ടോറിയ ആയിരിക്കണം
ഈ ആശ്രമത്തിലെ അവസാനത്തെ കന്യാസ്ത്രീ. അതിനാൽ തന്നെ വന്ന കാര്യം പൂർത്തിയായിരിക്കുന്നത് കൊണ്ട് നമുക്കിനി മടങ്ങിപ്പോകാമെന്ന് ഫ്രാൻസി അഭിപ്രായപ്പെടുകയാണ്. ഇത് കേട്ടറിൻ അവനോട് പറഞ്ഞു, ഇവിടേക്ക് സാത്താനെ കടന്നു വരാനുള്ള ഒരിടനാഴിയുണ്ട്. ഇപ്പോൾ എനിക്ക് അതിനെക്കുറിച്ചറിയാം. നമുക്കത് അടയ്ക്കണം. അതോടെ ബർക്കും താൻ മനസ്സിലാക്കിയൊരു കാര്യം അവരോട് വെളിപ്പെടുത്തുകയാണ്. യേശുവിൻ്റെ തിരുരക്തമടക്കാൻ പോയ സമയത്താണ് വിക്ടോറിയയും കൂടെയുണ്ടായിരുന്ന സിസ്റ്ററും അപകടത്തിൽപ്പെട്ടത്. തൻ്റെ ശരീരത്തിലേക്ക് വാലക്കെന്ന പിശാച് കടന്നുകൂടാതിരിക്കാൻ വേണ്ടിയാണ് സിസ്റ്റർ വിക്ടോറിയ ആത്മഹത്യ ചെയ്തത്. പിന്നീട് പിശാചിൻ്റെ ആ ഇടനാഴി അടയ്ക്കുവാൻ വേണ്ടി അവർ 3 പേരും ചേർന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി. യേശുവിൻ്റെ തിരുരക്തം കണ്ടെത്തുവാനായി ബേസ്മെൻറ്റിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന മേരിയുടെ പ്രതിമയിൽ നിന്നും ഒരു ക്ലൂ ഫാദർ ബർക്കിനെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ അവർ കയ്യിലുണ്ടായിരുന്ന താക്കോൽ ഉപയോഗിച്ച് അവിടെ സൂക്ഷിച്ചിരുന്ന ക്രിസ്തുവിൻ്റെ തിരുരക്തം കണ്ടെത്തുകയാണ്. ഫാദർ ബർക്ക് അത് ക്രിസ്തുവിൻ്റെ മണവാട്ടിയായ എറിൻ്റെ കഴുത്തിലണിഞ്ഞു. ഇനി കണ്ടെത്തേണ്ടത് സാത്താൻ നരകത്തിൽ നിന്നും കടന്നു വരുന്ന ആ ഇടനാഴിയാണ്. അതിനായി അവർ 3 വഴിക്കായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ എറിൻ്റെ പുറകിലായി വാലക് പ്രത്യക്ഷപ്പെട്ടു. അതവളെ ഉപദ്രവിക്കാൻ തുനിഞ്ഞതോടെ അവൾ അവിടെ നിന്നും മറ്റൊരു മുറിയിലേക്ക് ഓടിക്കയറി. പക്ഷേ അത് വാലക്കിൻ്റെ ഒരു തന്ത്രമായിരുന്നു. എറിനെ വാലക് ഓടിച്ചു കയറ്റിയിരുന്നത് അവൻ്റെ ചിഹ്നമായ സ്റ്റാറിൻ്റെ ഉള്ളിലേക്കായിരുന്നു. പൊടുന്നനെ അവൾക്ക് മുന്നിലായി ഒരുപാട് കന്യാസ്ത്രീ രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അവളുടെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞ ബർക്കിന് മുന്നിലേക്കും ഒരുപാട് കന്യാസ്ത്രീ രൂപങ്ങൾ നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടെ കയ്യിലുണ്ടായിരുന്ന റാന്തലിലെ മണ്ണെണ്ണ കുരിശടയാളത്തിൽ കത്തിച്ചുകൊണ്ട് ബർക്ക് അവിടെ നിന്നും ഓടിമാറി. ഇതിനിടെ ഫ്രാൻസി എറിൻ്റെ പക്കലേക്ക് എത്തിയിരുന്നു. അപ്പോഴാണ് ഞെട്ടലോടെ അവൻ ആ കാര്യം മനസ്സിലാക്കിയത്. എറിൻ്റെ ശരീരത്തിലേക്ക് വാലക് പ്രവേശിച്ചിരിക്കുന്നു. പിന്നീട് എറിൻ ഫ്രാൻസിയെ കൊല്ലാനൊരുങ്ങുകയാണ്. അതോടെ അവൻ എറിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന തിരുരക്തമെടുത്ത് അതവളുടെ നെറ്റിയിലേക്ക് പൂശി. തൊട്ടടുത്ത നിമിഷം തന്നെ അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് ചാടിയ വാലക് ദേഷ്യത്തോടെ ഫ്രാൻസിയെ എടുത്തുയർത്തി. ഈ ഒരു കാഴ്ച കണ്ട് അവനെ രക്ഷിക്കാനായി പാഞ്ഞെടുത്ത എറിനെ വാലക് അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്ക് തള്ളിയിട്ടു. ശേഷം ബോധരഹിതനായ ഫ്രാൻസിയെ അവിടെ ഉപേക്ഷിച്ച് വാലക് എറിൻ്റെ പക്കലേക്ക് ചെല്ലുകയാണ്. ഇതേ നേരം പ്രതിബന്ധങ്ങളെല്ലാം അതിജീവിച്ച് ബർക്കും ഈ ഒരു റൂമിലേക്ക് എത്തിയിരുന്നു. അപ്പോഴാണ് അവൻ ആ കാര്യം കാണുന്നത്. യേശുവിൻ്റെ തിരുരക്തം എറിൻ്റെ കഴുത്തിൽ നിന്നും ഒഴുകി നീങ്ങിയിരിക്കുന്നു. അവളത് എടുക്കാൻ ശ്രമിക്കുമ്പോഴേക്കും വാലക്കും ഈ ഒരു വെള്ളക്കെട്ടിനകത്തേക്ക് പ്രവേശിച്ചിരുന്നു. പിന്നീട് എറിനെ വാലക് ആ വെള്ളത്തിൽ മുക്കി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഇതിനിടെ അവളെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് വന്നിരുന്ന ബർക്കിനെയും വാലക് ദൂരേക്ക് തെറിപ്പിച്ചിരുന്നു. ഈ ഒരു തക്കത്തിന് എറിൻ യേശുവിൻ്റെ തിരുരക്തം കൈക്കലാക്കുകയും അതിലെ രക്തം വായിൽ പിടിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് എറിൻ മരിച്ചെന്ന് കരുതി വാലക് അവളെ മുകളിലേക്ക് ഉയർത്തി. പൊടുന്നനെ അവൾ വായിൽ കരുതിയിരുന്ന യേശുവിൻ്റെ തിരുരക്തം വാലക്കിൻ്റെ മുഖത്തേക്ക് തുപ്പി. അതോടൊപ്പം ആ തിരുരക്തം അവിടെ ഉണ്ടായിരുന്ന വെള്ളത്തിലേക്കും വീണിരുന്നു. ഈ ഒരു വെള്ളക്കെട്ടിനിടയിലായിട്ടായിരുന്നു വാലക് നരകത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നിരുന്ന ആ ഇടനാഴി സ്ഥിതി ചെയ്തിരുന്നത്. അപ്പോഴേക്കും വാലക്കിൻ്റെ ശരീരം ഛിന്ന ഭിന്നമായി ചിതറുവാൻ തുടങ്ങിയിരുന്നു. അങ്ങനെ വാലക്കുൾപ്പെടെ യേശുവിൻ്റെ തിരുരക്തം ആ ഒരു ഇടനാഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയാണ്. അതോടെ വാലക് ഭൂമിയിലേക്ക് വന്നിരുന്ന ആ ഒരു ഇടനാഴിയും അടഞ്ഞു. അപ്പോഴേക്കും ബോധം വന്നിരുന്ന ഫ്രാൻസി എറിനെ അവിടെ നിന്നും പുറത്തെടുക്കുകയും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി അവളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. പിന്നീട് ബർക്കിൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി പിറ്റേന്നു രാവിലെ അവരവിടെ നിന്നും തിരികെ പോരുകയാണ്. പക്ഷേ ഈ സമയത്ത് ഫ്രാൻസിയുടെ ശരീരത്തിൽ വാലക്കോറിയിട്ടിരുന്ന തല കീഴായിട്ടുള്ള കുരിശുരൂപമുണ്ടായിരുന്നു. ഫ്രാൻസിയെ പിടികൂടിയിരുന്ന സമയത്താണ് വാലക്കെന്ന പിശാച് അവൻ വഴി ഭൂമിയിലേക്ക് വരാനുള്ള വഴിയൊരുക്കിയിരുന്നത്. ഇതറിയാതെ അവരവിടെ നിന്നും നാട്ടിലേക്ക് മടങ്ങി. പിന്നീട് വാലക്കിൻ്റെ സാന്നിധ്യത്താൽ
ഫ്രാൻസി പിശാചു ബാധിതനായ ഒരു മനുഷ്യനായി മാറുകയാണ്. അങ്ങനെ അവൻ വഴി വാലക് വീണ്ടും ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ 20 വർഷങ്ങൾക്കപ്പുറം ഈ സംഭവങ്ങളെല്ലാം പ്രേക്ഷകരെ കാണിക്കുന്ന രംഗത്തോടെ ചിത്രം അവസാനിക്കുകയാണ്.